വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുമായി കോളേജ് ഹോസ്റ്റലിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണ്. ഇത് വ്യക്തമാക്കുന്ന സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശം പുറത്തുവന്നു. എല്ലാവർക്കും അവനെ ഹോസ്റ്റലിൽ നടുക്കിച്ച് വരുന്നവരും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത് മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര്. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതിൽ പങ്കുണ്ട്. ഒരാളെ പോലെ വെറുതെ ഇവിടെ നിൽക്കുന്നതാ. പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെക്കാളും മോശം ആൾക്കാർ. സിദ്ധാർത്ഥിന് ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും മർദ്ദനമേറ്റു. ഹോസ്റ്റലിൽ അലിഖിത നിയമനമെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. തോട്ടുകരയുണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി. ജിൻസ, പ്രതികളുമായി പോലീസ് സംഘം തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടോ ഈ പ്രതികളെ എത്തിച്ചതുമായി ബന്ധപ്പെട്ട്? ഒപ്പം തന്നെ നേരത്തെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, മകനെ ക്രൂരമായി മർദ്ദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് എത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥികൾക്ക് ഇത് പുറത്തു പറയാൻ പേടിയാണ്. അവിടുത്തെ കായിക അധ്യാപകൻ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള വിവരം സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെ പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതികളുമായി തെളിവെടുപ്പ് പുരോഗമിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മിഥുൻ, അല്പം മുൻപാണ് ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള സിൻഡോ ജോൺസനെ തെളിവെടുപ്പിനായി ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഈ ഹോസ്റ്റലിലേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ നെടുത്തളത്തിൽ എത്തിച്ചുകൊണ്ടായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ വെച്ചായിരുന്നു ആദ്യം മർദ്ദനമേറ്റത്. അതിനുശേഷം ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പ്രധാനമായും സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റത് ഹോസ്റ്റലിൽ വെച്ചാണ്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. എന്തെല്ലാം ഉപയോഗിച്ചാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത്, എങ്ങനെയായിരുന്നു മർദ്ദിച്ചത് എന്നുള്ള കാര്യങ്ങളായിരുന്നു പോലീസ് പരിശോധിച്ചത്. ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വയർ കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള സാധന സാമഗ്രികളൊക്കെ വെച്ചുകൊണ്ടായിരുന്നു ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതെല്ലാം തന്നെ പരിശോധനയിൽ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വലയത്തിലാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. 21 നമ്പർ, ഈ ഹോസ്റ്റലിലെ 21 നമ്പർ മുറി കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ SFI യൂണിറ്റിൽ താമസിക്കുന്ന റൂം കൂടിയാണ് ഇത്. ഇടിമുറി എന്നറിയപ്പെടുന്ന ഒരു മുറി കൂടിയാണ്. ഇവിടെ വെച്ചും ഏറെ നേരം ഈ പ്രതിയായിട്ടുള്ള ഈ സിൻഡോ ജോൺസനെ വെച്ച് തെളിവെടുപ്പ് നടത്തുകയുണ്ടായി. ഈ മർദ്ദിച്ച ശേഷം വീണ്ടും നടുത്തളത്തിലേക്ക് കൊണ്ടുപോവുകയും വീണ്ടും വിവസ്ത്രനാക്കി മർദ്ദിക്കുകയുമായിരുന്നു. ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച് അവശനാക്കിയ ഉപകരണങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദീർഘനേരം തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റ ഡിവൈഎസ്പി TN സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതിയെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുഴുവൻ പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും നിലവിൽ ഈ പ്രതികളുമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. ആദ്യം അറസ്റ്റിലായ 6 പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ പ്രധാന പ്രതിയായിട്ടുള്ള സിൻഡോ ജോൺസനെയാണ് ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായും അതുതന്നെയാണ്. കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒന്നാം പ്രതിയായിട്ടുള്ള സിൻഡോ ജോൺസണുമായി ഹോസ്റ്റലിലെത്തി തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകിയായിരുന്നു ജിൻസ് തോട്ടുകര. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം.